ഒരു കഥ പറയട്ടെ. മാസങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. കൃത്യമായി പറഞ്ഞാൽ ഇക്കഴിഞ്ഞ ജനുവരി 30-ന് കേരള അണ്ടർ 23 ക്രിക്കറ്റ് ടീമിലെ അംഗമായിരുന്ന ഒരു ചെറുപ്പക്കാരൻ എറണാകുളത്ത് അവിടെ ക്രിക്കറ്റ് നെറ്റ്സിൽ പരിശീലനം നടത്തുകയായിരുന്നു. ലെഗ് സ്പിന്നറാണ്. പന്തെറിഞ്ഞു. ഓപ്പോസിറ്റ് നിന്ന ബാറ്റർ അത് തിരിച്ചടിച്ചു. പന്ത് നേരെ വന്ന് ആ ചെറുപ്പക്കാരൻ്റെ തലയിലാണ് കൊണ്ടത്. തൽക്ഷണം ആ ചെറുപ്പക്കാരൻ നിലത്ത് വീണു. ഒരുപക്ഷെ ജീവിതത്തിലേക്കും ക്രിക്കറ്റിലേക്കും തിരിച്ചു വരില്ല എന്ന് വരെ അവനെ അറിയാവുന്നവർ പറഞ്ഞു. പിന്നീട് സംഭവിച്ചത് അത്ഭുതമെന്നോണമുള്ള ഒരു തിരിച്ചുവരവാണ്. ഞാൻ പറയുന്നത് കൊട്ടാരക്കരക്കാരനായ അശ്വന്തിനെ കുറിച്ചാണ്. അശ്വന്ത് ഇപ്പോൾ നമുക്ക് പുറകിലുണ്ട്. ഇനി ബാക്കിയുള്ള കഥ അശ്വന്ത് തന്നെ പറയും. സച്ചിനും ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ നോക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ ബോൾ എറിഞ്ഞു, നേരെ റിട്ടേൺ അടിച്ചു, നേരെ തലയിൽ കൊണ്ടു വീണു. അപ്പോൾ നേരെ തലയിൽ കൊണ്ട് തൊട്ട് നോക്കിയപ്പോൾ ഒരു സ്കള്ള് കുഴിഞ്ഞായിട്ട് തോന്നി. അപ്പോൾ തന്നെ അടുത്ത് നിന്ന ചേട്ടൻ ആൽബിൻ ചേട്ടനോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അവിടുന്ന് ഊബർ എടുത്ത് ഹോസ്പിറ്റലിൽ പോയി. നേരെ അപ്പോൾ ഡോക്ടറെ വിളിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കോച്ച് നേരെ അവിടെ എത്തി, ബക്കു എന്ന് പറഞ്ഞ ബക്കു ചേട്ടൻ നേരെ അവിടെ എത്തി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ച് സ്കാൻ ചെയ്ത് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് സർജറി, പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ സർജറിക്ക് കയറി. സ്കള്ള് ഉള്ളിലേക്ക് ഒരു 5 mm കുഴിഞ്ഞു പോയി. അത് 28 സ്റ്റിച്ച് ഉണ്ട് തലയിൽ. പിന്നെ സ്ക്രൂ ചെയ്ത് വെച്ചേക്കാണ്. സ്കള്ളിൽ ചെറിയ ക്രാക്ക് ഉണ്ട്. അത്രയും വലിയ സീരിയസ് ഇഞ്ചുറി ആയിരുന്നു. ഹെഡ് അപ്പോൾ ജസ്റ്റ് മിസ്. അപ്പോൾ വീട്ടുകാർക്കും പേടിയായിരുന്നു പിന്നെ കളിക്കാൻ വിടാൻ. പിന്നെ എൻ്റെ ഇതും ചേട്ടൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് വീണ്ടും കളിക്കാൻ പറ്റി. കോച്ച് ബക്കു ചേട്ടൻ്റെയും അക്കാഡമീസ് ചാണക്യ അവിടെ വന്ന് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് അടിപൊളിയായിട്ട്. എൻ്റെ സർജറിയുടെ ഫുൾ എമൗണ്ട് ഇത് ചെയ്ത് KC ആണ്, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. വിനോദ് സാറ് നല്ല സപ്പോർട്ട് തന്നു. വിനോദ് സാറും PP ചാണ്ടി ഇവരെല്ലാം KCന്ന് കിട്ടിയ സപ്പോർട്ടാണ്. ഇപ്പോൾ വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചുറി പറ്റിയതിൻ്റെയും കംബാക്ക് അടിച്ചു. അപ്പോൾ അത് സഞ്ജു ചേട്ടൻ കാണുകയും ഇൻസ്റ്റ വഴി മെസ്സേജ് അയക്കുകയും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഗോകുലത്തിൽ വെച്ച് സീനിയർ ക്യാമ്പിനിടയ്ക്ക് ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ച് കാണുകയും നമ്പർ തരികയും സംസാരിക്കുക, എന്ത് പ്രാക്ടീസ് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ധൈര്യത്തിൽ വിളിച്ചോ എന്ന് പറഞ്ഞ് അവർ സപ്പോർട്ടാണ്. അപ്പോൾ ക്യാമ്പ് കഴിഞ്ഞതും സഞ്ജു ചേട്ടനെ വിളിച്ച് പോയി ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ പോയി എറിയാൻ പറ്റി, നന്നായി നടക്കുന്നു. ടൂർണമെൻറ്റ് നടക്കുന്ന ടൈമായിരുന്നു അത്. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഡൗൺ ആയിരുന്നു. അപ്പോൾ എന്നെ വിളിച്ച് സംസാരിക്കാൻ എൻ്റെ ചേട്ടനായിരുന്നു എൻ്റെ കൂടെ. ചേട്ടൻ അത്ലറ്റിക്സ് കോച്ചാണ്. ബക്കു ചേട്ടൻ സ്ഥിരം വിളിക്കുകയും ബക്കു ചേട്ടനെല്ലാം വിളിച്ച് അപ്പോൾ അതെനിക്ക് കളിക്കണമെന്ന് വീണ്ടും ഒരു ഇതുണ്ടായിരുന്നു. അതെ, വലിയ പ്രതീക്ഷയാണ്. KCL വഴി ഓരോ IPL ടീമിലെ സ്കൗട്ട്സ് കാണുകയും ചിലപ്പോൾ നമ്മളുടെ ഒരു ലൈഫ് തന്നെ മാറാനുള്ള ചാൻസ് ഉള്ളതാണ് KCL. കഴിഞ്ഞ കൊല്ലം വിഘ്നേഷ് പുത്തൂരിനെ പോലെ അപ്രതീക്ഷിതമായുണ്ടായ അപകടം ജീവിതത്തിലേക്ക് ഇനി തിരികെ എത്താനാകില്ല എന്ന ആളുകൾ അടക്കം പറഞ്ഞപ്പോഴും ക്രിക്കറ്റിനോടുള്ള പ്രണയമാണ് അശ്വന്തിനെ വീണ്ടും ഇവിടെ എത്തിക്കുന്നത്. അശ്വന്തിനെ പോലെ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വലിയ പ്രതീക്ഷകളുമുണ്ട്. അതിലൊന്നാണ് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഈ കാണുന്ന പിച്ചിലേക്ക് ഇറങ്ങുക എന്നുള്ളത്. എന്തായാലും എത്രയും വേഗം അശ്വന്തിന് അത് സാധ്യമാകട്ടെ. ഷാനു ഞെട്ടിക്കുളത്തിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.